വൈജ തിരിച്ചു വരുന്നതോടെ ഈ ഭൂതം വൈജയെ കയറി പിടിക്കും, കാലി പിടിച്ച് നിലത്തടിക്കും, മായം പിടിച്ച് വട്ടം കറക്കും. ആകാശത്തോട്ട് എറിഞ്ഞിട്ട് താഴോട്ട് വീഴുമ്പോ പിടിക്കാതിരിക്കും. എന്നതാ ബാലട്ടെ പറയുന്നത്? എന്നെ കളിയാക്കുകയാണോ? എടോ, ഈ ദാമ്പത്യ ബന്ധത്തിന്റെ അച്ചുതണ്ടെന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് എനിക്കറിയോ? ട്രസ്റ്റ്, പരസ്പര വിശ്വാസം. ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞാ അത് പിന്നെ നിലത്ത് വീണ് പൊട്ടിപ്പോയ ഗ്ലാസുകളൊക്കെ. ഏത് പശ വെച്ചൊട്ടിച്ചാലും ആ പാട് മാഞ്ഞു പോവില്ല. മുമ്പത്തെ ബലവും രൂപഭംഗിയും കിട്ടത്തില്ല. നിങ്ങൾ തമ്മിൽ ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് അലീന അന്വേഷണം ഉണ്ടായതല്ലേ? അവൾ പോകുന്നതോടെ അതെല്ലാം മാറത്തില്ലേ എന്നാണ് എന്റെ സംശയം. ആ സംശയം അങ്ങനെ തന്നെ നിന്നോട്ടെ. അലീന പോയി കഴിയുമ്പോൾ എന്നതാ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ. അച്ഛൻ എവിടെ എത്തി? ഒരിടത്തും എത്തിയില്ല. ഇനിയും കുറെ ദൂരം പോവാനുണ്ടോ? തുടങ്ങിയതല്ലേ ഉള്ളൂ, ദൂരം മുഴുവൻ ബാക്കി കിടക്കല്ലേ. അച്ഛാ, ഞങ്ങൾ ഉടനെ പോവാൻ ഇറങ്ങോ എറണാകുളത്തോട്ട്? ആ, വൈകിക്കണ്ട, ബസ് കയറി പോവാനുള്ളതല്ലേ. അച്ഛാ, ഞങ്ങള് കാറിന് പോയാലോന്ന് ആലോചിക്ക. ഗോവർദ്ധനങ്ങൾ കൊണ്ടുകിടക്കുന്ന കാറല്ലേ? ആര് ഡ്രൈവ് ചെയ്യും? രോഹിത് ഡ്രൈവ് ചെയ്യുമല്ലോ, അവന് ലൈസൻസും ഉണ്ട്. അല്ല, അവൻ അങ്ങനെ ദൂരയാത്രയൊന്നും ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല. ഇതിപ്പോ ഞാനുണ്ടല്ലോ കൂടെ, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യിച്ചോളാം. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ അവന്റെ കാര്യത്തിൽ? ഞങ്ങള് കൊല്ലപ്പള്ളിക്ക് പോയപ്പോ രോഹിത് അല്ലേ ഓടിച്ചത്, നല്ല ശ്രദ്ധിച്ചാ ഓടിച്ചേ. ശരി, പക്ഷെ കാർ അവിടെ ഇല്ല, ജോലിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് എടുത്തോളാം. അത് വേണ്ട, ഞാൻ ഏതെങ്കിലും ഡ്രൈവറെ കൊണ്ട് വീട്ടിലെത്തിച്ചേരാം. താങ്ക് യു അച്ഛാ. അതെ, നല്ലവണ്ണം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ പറയണം. ഓവർ സ്പീഡും വേണ്ട, അധികം ഓവർടേക്കും വേണ്ട. ഓക്കെ അച്ഛാ. സ്റ്റിയറിംഗ് മാത്രം അവനെ ഏൽപ്പിച്ചാ മതി, ബാക്കി കൺട്രോൾ എല്ലാം നീ നോക്കിക്കോണം. ഞാൻ ഏറ്റെന്നേ. ആ, ഞാനിപ്പോ തന്നെ ജോലി വിളിച്ച് പറയാം. നിങ്ങൾ റെഡിയായിക്കോ? ശരി അച്ഛാ, താങ്ക് യു. ഓക്കെ. ആ, ബൈ. രോഹിത് ഓടിച്ചോളും ബാലേട്ടാ. അവന്റെ ഡ്രൈവിംഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവനറിയാം. ആ, ഞങ്ങളവിടെ വെയിറ്റിംഗ് അങ്ങളെ. ആരാ കാറുമായിട്ട് പോന്നിരിക്കുന്നത്? ഡ്രൈവറാണോ? ആ, ഓക്കെ. ഗോവർദ്ധനങ്ങളായിരുന്നു. ഡ്രൈവർ കാറും കൊണ്ട് ഇപ്പൊ വരുന്നു. കാറ് വന്നില്ലേ രോഹിത്തെ? എത്താറായെന്നാ പറഞ്ഞത്. വരുന്നു. ചേട്ടന് ടൗണിലോട്ട് തിരിച്ചു പോകണ്ടേ? വേണം. ഫ്രണ്ടിലോട്ട് കയറിക്കോ, ടൗണിലിറക്കാം. പോവാം. ഓക്കെ, സ്റ്റാർട്ട്. ഡബിൾ ബെല്ലല്ലേ കാറിന്? ഇതെന്നാ ഓടുന്നതിന് മുന്നേ സഡൻ ബ്രേക്കോ? ഇതിന്റെ പേരാണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ.
ഗോവർദ്ധൻ, ഞാൻ ഓടിക്കാൻ കുറച്ചു നേരം. ഹേയ്, ഞാൻ ഓടിച്ചോളും ബാലേട്ടാ. താൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണോ? എനിക്ക് കുറച്ച് ഓടിക്കണോന്ന്. ശരി, ദാ. എടോ, താൻ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോടോ. ഏയ്, ബാലേട്ട ഓടിക്കുമ്പോഴോ? എന്താണോ അങ്ങനെ? ഞാൻ കൊണ്ടുപോയി വെള്ളത്ത് പിടിക്കുവോ? അതല്ല ബാലേട്ടാ, ബാലേട്ടന് വയ്യാത്തോണ്ട്. എനിക്ക് വയ്യാത്തോണ്ടല്ല, ഒരു ബലത്തിനാ തന്നെ കൂടെ വരാൻ പറഞ്ഞത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്താ താൻ ചോദിക്കാത്തെ? ദൂരയാത്രയാണെന്ന് മനസ്സിലായി. ഞാൻ അറിയേണ്ടതാണെങ്കിൽ ബാലേട്ടൻ പറഞ്ഞിരിക്കും. ഒരു കാര്യമില്ലാണ്ട് എന്നെ കൊണ്ടുപോകില്ല. നമ്മള് കൂനൂര് വരെ ഒന്ന് പോവാ. നമ്മള് കൂനൂര് വരെ ഒന്ന് പോവാ. എന്റെ മൂത്ത അളിയനില്ലേ, വൈജയന്തിന്റെ മൂത്ത സഹോദരൻ ഗംഗാധര മേനോൻ, അയാളുടെ അടുത്തേക്ക്. ഊട്ടിയിലോ? ആ, അവിടെ തന്നെ. ആദ്യം അയാളെ കാണണം. അവിടുന്ന് വേണം പടിപടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ. തനിക്ക് മനസ്സിലായില്ലല്ലേ? ബാലേട്ട് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ പോലെ കുപ്പിന്നും കൊടുത്തിന്നൊക്കെ വരുന്ന ഭോഗത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോ അതും ഇതെല്ലാം കൂടി എനിക്ക് ചേർത്തെടുക്കാൻ പറ്റുന്നില്ല. കുടത്തിനടച്ച ഭൂതമില്ലേ, ആ ഭൂതത്തെ കെട്ടണമെങ്കിൽ, പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ആദ്യം ആ ഭൂതത്തെ കുടത്തിനടച്ച ഓരോരുത്തരെയായിട്ട് കണ്ട് 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 ഭൂതത്തെ പുറത്തിറക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കണം. അതിനുള്ള താക്കോൽ സൂക്ഷിപ്പുകാരിൽ ഒരാളാ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ. കഴിഞ്ഞ 23.5 വർഷക്കാലമായിട്ട് പുള്ളി ഇതും പിടിച്ചിരിപ്പാ. സമയമായി, ഇനി മതി. അല്ലേ അല്ലേ ഗോവർദ്ധ? ഇത്രയും നാള് കൊടുത്ത പോരെ? അത് മതി, അതാണ് നല്ലത്. ശരിയല്ലേ? ആ, ഇതുകൊണ്ട് കൂടിയാ ഞാൻ തന്നെ വിളിച്ചത്. ഞാൻ പറയുന്നതെല്ലാം കേട്ട് തലയാട്ടി സമ്മതിക്കും. ഓർഡർ പറഞ്ഞോ, എന്നതാ വേണ്ടെന്ന്? എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാനൊരു കോള് വിളിക്കട്ടെ. ഇതോ? ചേച്ചി ഇതൊക്കെ എടുത്തോ. ഹലോ. ഹലോ, നിനക്കെന്നാടി സുഖമില്ലേ മോളെ? ആ, നല്ല സുഖമല്ല. അയ്യോടി, എന്നാ പറ്റി എന്റെ കൊച്ചിന്? ഞാൻ ഗ്രേസ് ആന്റിയെ വിളിച്ചപ്പോ ആന്റി പോലും ഒന്നും പറഞ്ഞില്ലല്ലോ.
ആന്റിയെ വിളിച്ചാൽ എങ്ങനെയാ എന്റെ കാര്യം അറിയുന്ന? ഓ, ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കണായിരുന്നല്ലേ മോളെ നിനക്ക് വല്ല അസുഖം ഉണ്ടോന്ന്. അങ്ങനല്ലായിരുന്നോ വേണ്ടത്? ഈ ഗ്രേസും ആന്റിയൊക്കെ എന്നാ ഉണ്ടായത്? നീ ഉണ്ടായി കഴിഞ്ഞാണ് എന്തായാലും ഗ്രേസം ആന്റി ഉണ്ടായത്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. അതറിയായിരുന്നല്ലോ. എന്നിട്ടാണോ എന്നെ വിളിക്കാതെ ഗ്രേസമ്മയെ വിളിക്കാൻ പോയത്? അതോ, അത് ഞാൻ വേറൊരു കാര്യത്തിന് വിളിച്ചതാ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? നീ അവിടുത്തെ പ്രധാനമന്ത്രിയാണെന്നും നീ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കത്തില്ലെന്നും. അപ്പൊ എന്നതാ ചെയ്യണ്ടേ? എന്നെ വിളിച്ച് ചോദിക്കണായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ, എന്തെങ്കിലും അസൗകര്യം ഉണ്ടോന്ന്. അത് ചോദിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ വിളിച്ചത്. അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു. ഇനി നടക്കത്തില്ല. ടൈം പാസ്ഡ് അവേ എന്ന് വെച്ചാ സമയം കഴിഞ്ഞു പോയിന്ന്, അല്ലാതെ ചത്തുപോയെന്നല്ല. നീ ഏത് കോളേജിലാ പഠിക്കുന്നേ? വേണ്ട വേണ്ട, എന്നോട് മുട്ടിക്കൂടാനൊന്നും നോക്കണ്ട. ഞാൻ ഒരു കാര്യത്തിലും സഹകരിക്കത്തില്ല, മിണ്ടാൻ പോലും വരത്തില്ല. എല്ലാം ഗ്രേസമ്മയോട് ആലോചിച്ചാ മതി. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ മോളെ, നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാം. ആ, ഇങ്ങോട്ട് വായോ. എടി നിർത്തുവാണേ, ബാക്കി അവിടെ വന്നിട്ട്. ശരി. രേവതിക്കുട്ടി പിണക്കത്തിലാണോ? നമ്മളങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ചോദിക്കാൻ ഞാൻ ഗ്രേസം ആന്റിയെ വിളിച്ചത്. അത് അവൾക്ക് കെറുവായി. ഗ്രേസം ആന്റിയോടല്ലായിരുന്നോ ചോദിക്കേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ അതൊക്കെ മേലെയാ അവളുടെ സ്ഥാനം. നമുക്കങ്ങോട്ട് ചെന്ന് ശരിയാക്കി കൊടുക്കാം. മതി മതി, എല്ലാരും കാറിലോട്ട് കയറി, മഴ വരുന്നു. വാ. കുരിശുവള്ളിയില്ലേ, അവിടെ നിന്ന് എടുത്തോട്ടെ. പാലാരിവട്ടത്താ വീടെന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിലെ ഒരുമാതിരി എല്ലാ വഴിയും ഓടിച്ചു തീർത്തു ഞാൻ. ആ കാണുന്ന ഗേറ്റാ. അവിടെ അടുത്തും വലത്തും ഗേറ്റ് ഉണ്ടല്ലോ. ഇടതുവശത്തെ ഗേറ്റ്. ഓ, ഓക്കേ. ബുദ്ധിമുട്ടാണോ ഞാൻ ഓടിക്കണോന്ന് ചോദിച്ചല്ലേ? ഓ വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നാ മിണ്ടാതെ ഓടിച്ചു കേറ്റ്. ഒരു ഡയലോഗിന് ഇത്രയും കമന്റ് കേൾക്കണോ? ദേ, രണ്ടിനും കൂടെ വഴക്ക് കൂടാനാണല്ലേ ഈ വണ്ടിക്കകത്തിരുന്ന് തീർത്തോണം. നമ്മൾ വേറൊരു വീട്ടിൽ വന്നതാ, ഡീസന്റ് ആയിരിക്കണം. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്റെ മര്യാദക്കാരി, എന്തേലും പ്രശ്നം ഉണ്ടെങ്കിലേ അലീന ചേച്ചി പറയൂ. നീയേ ഞങ്ങളുടെ തലേക്കയറാൻ നോക്കല്ലേ. കണ്ടോ അലീന ചേച്ചി? നമ്മള് വീടെത്തി. ഇറങ്ങണ്ടേ നമുക്ക്? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന് അത്രയും സ്ഥലം ഉണ്ടല്ലോ. ഇവിടെയാണോ മറ്റേ രേവതിക്കുട്ടി നിൽക്കുന്നേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി അലീന ചേച്ചി എന്താ നമ്മുടെ വീട്ടിലോട്ട് വന്നേന്ന്. എന്തുകൊണ്ടാ? ഇത്രയും മുറ്റം ആരെ കൊണ്ട് അടിച്ചു വരാൻ പറ്റും? ഭയങ്കരമായ കണ്ടുപിടുത്തം തന്നെ. ഇറങ്ങ്, ഇനി അങ്ങോട്ട് കാണാൻ കുറേയുണ്ട്. ഇറങ്ങിക്കോ, ഇറങ്ങ്. എന്നെ ഇറങ്ങാത്തെ? നിനക്കെന്നെ ഒരു മടി പോലെ. അത് പിന്നെ ഞാൻ ഇറങ്ങുക, ഇപ്പൊ ഇറങ്ങാം. അതെ, അവര് വന്നു. നീ എന്തിനാ മടിക്കുന്നേ? ഇവർക്ക് എല്ലാവർക്കും എന്റെ കാര്യം അറിയാലോ, കേസിന്റെ.
അത് അപ്പോ രോഹിത്തെ, അല്ല, ഞാൻ ഇറങ്ങുവാ. ഒന്ന് പ്രിപ്പയർ ആയതാ. ഇവിടെ ആരും നിന്നെ മോശക്കാരനായിട്ട് കാണോ കേസിന്റെ പേരിൽ വിധിക്കോ ചെയ്യത്തില്ല. നീ കുറ്റക്കാരനല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ഇറങ്ങിക്കേ. ഇറങ്ങിക്കേ, വാ വാ. എന്തു പറ്റി രോഹിയേട്ടാ? അങ്ങോട്ട് ഇത്തിരി നീങ്ങി നിന്നാ ഈ ഡോർ തുറന്ന് ഞാനൊന്ന് ഇറങ്ങായിരുന്നു. ഓ ആയിക്കോട്ടെ. അവളെന്തേ രേവതിക്കുട്ടി? കുശുമ്പ് കുത്തി പിണങ്ങി നിൽക്കുക. അകത്തുണ്ട്. മിക്കവാറും അടുക്കളയിലോ ഡൈനിങ്ങിലോ കാണും. എന്തിന്റെ പിണക്കോ? എത്ര നേരമായിട്ട് സെറ്റ് ഔട്ടിലൂടെ പെരുകി നടക്കുന്ന പോലെ നടക്കുകയാണെന്നറിയാമോ നിങ്ങളുടെ വരവ് നോക്കി? അതാണോ? അത് ഞാൻ ശരിയാക്കിക്കോളാം. ആ വന്നേ. ഗ്രേസമാൻഡി, ഇത് ബബിത, കൃഷ്ണജ, രോഹിത്. ഏ? ഇതും പറഞ്ഞ് പരിചയപ്പെടുത്താനായിരുന്നു. യെസ്. ഞങ്ങളുടെ ഓർമ്മശക്തി ഒന്നും പോയിട്ടില്ല. നിങ്ങളെന്താ അവിടെ തന്നെ നിക്കുന്നേ? കേറി വാ. ഞാനെന്നാ ഓടിപ്പോയി അവളെ കാണട്ടെ. ചെല്ലേ കേറി വായോ. വാ. ചെല്ലട്ടെ. അങ്കിളെ, ഞാൻ രേവതിക്കുട്ടിയെ കണ്ടു. കിച്ചണില് നിങ്ങള് വാ പിള്ളേരെ. നിങ്ങൾ എന്നെ ഇങ്ങനെ നിക്കുന്നേ? പേടിച്ച പോലെ. ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. എന്നതാ കേട്ടേക്കുന്നേ? അതൊക്കെ ഉണ്ട്. വാ പറയാം. വാടോ. ഹലോ. വാ വാ ഹായങ്കളെ. വാന്നേ. എന്താണോ നിന്നളഞ്ഞേ? ഇവിടെ ഒരു തൊട്ടാമാടി ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ആഹാ, ഇവിടെ പാത്ത് നിൽക്കായിരുന്നോ? കള്ളി പിണക്കാണോടി? വലിയ സ്നേഹമൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നോട് പണ്ടത്തെ പോലെ ഒന്നും ഇല്ലെന്നു. ഓച്ചോടാ, എങ്ങനെ മനസ്സിലായി നിനക്ക്? അവരെല്ലാം കൂട്ടി ഇങ്ങോട്ട് വരാൻ പോണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അതോ, അതാണോ? എന്നോടല്ലായിരുന്നു ആദ്യം പറയണ്ടേ? എന്നാ കാര്യം ഉണ്ടെങ്കിലും എന്റെ അടുത്തല്ലേ ആദ്യം പറയുന്നേ. എടി മോളെ, പറയുന്ന കേക്ക്. ഇങ്ങോട്ട് വരണമെങ്കിൽ ആദ്യം ആരുടെ സമ്മതം വേണം? എന്റെ കുന്തം. ആദ്യം മാമച്ചനെങ്കിലും ഗ്രേസമാൻഡിയെ സമ്മതിക്കണ്ടേ? ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ സാഹചര്യം ഇവിടെ ഉണ്ടോന്ന് നോക്കണ്ടേ? മാമച്ചനങ്കിളോ ആന്റിയോ സുഖമില്ലാതിരിക്കുകയാണോ? ഇവിടെ വേറെ അതിഥികൾ വല്ലതും ഉണ്ടോ? നിങ്ങൾ എങ്ങോട്ടെങ്കിലും ടൂർ പോകാനിരിക്കുവാണോ? ഇതൊക്കെ ചോദിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ? അതൊക്കെ ശരിയാ. ആരോട് ചോദിക്കണം? എന്നോട്. ഒരു അടി വെച്ച് തരിഞ്ഞ. ഒരു വീട്ടിലെ യജമാനത്തെയോട് വേണ്ടേ ചോദിക്കാൻ? ഈ വീട്ടിലെ യജമാനത്തെ ആരാ? ഞാൻ. ഓ, ഇവിടെ എല്ലാം നീയാണോടി? മാമച്ചനങ്ങൾ നീയാണോ? ഗ്രേസമാൻഡി നീയാണോ? എന്നോട് ചോദിച്ചിട്ട് ആന്റിയോട് ചോദിക്കായിരുന്നല്ലോ. നിന്നോട് ആദ്യം ചോദിച്ചാ നീ പറയും പാലായിലുള്ള എല്ലാരും ഇങ്ങോട്ട് പോരെ, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റൂന്ന്. അത് ഞാൻ പറയും. എന്നിട്ട് നീ ചെന്ന് ഗ്രേസമാൻഡിയോടും മാമച്ചനങ്ങളോടും പറയും പാലാക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടൊന്നും സാരമില്ല, അവര് വന്നിട്ട് പൊയ്ക്കോട്ടേന്ന് പറയും. അവര് സമ്മതിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞാ സമ്മതിക്കും. അത് എന്തുകൊണ്ടാ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ. ഞങ്ങള് വരുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ വരണ്ടാന്ന് വിചാരിച്ചാ ആദ്യം ഞാൻ ഗ്രേസമാൻഡിയെ വിളിച്ചത്. അത് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറയാറുന്നല്ലോ.
അത് കഴിഞ്ഞപ്പോ അവിടെ വേറെന്തോ തടസ്സം വന്നു. ആ, പിന്നെ ഞാൻ ഓർത്തു ഗ്രേസ് ആന്റി നിന്നോട് പറയാതിരിക്കത്തില്ലല്ലോ, ഇതിനാവും പറഞ്ഞു കാണുമെന്ന്. ഉം. എന്നിട്ടും ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ഞാൻ നിന്നെ വിളിച്ചില്ലേടി. വലിയ കേമായിപ്പോയി. ആഹാ, ഒരുപാട് കൊഞ്ചല്ലേ പെണ്ണെ. അങ്ങോട്ട് വന്നേ, എന്റെ കൂടപ്പിറപ്പുകളാ വന്നേക്കുന്നെ. ഓ, ഈ കൂടപ്പറപ്പൊക്കെ എന്നാ ഉണ്ടായേ? ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കഴക്കൂട്ടത്ത് വെച്ച്, അല്ലേ? നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. നടക്ക്, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് കേറി വാടോ. ഇയാളെന്തിനാ മാറി നിൽക്കുന്നേ? ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇടിച്ചിടിച്ച് നിൽക്കണം. റിലീസ് സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് പോലെ. പിന്നെ വേറൊരു കാര്യം ഓർമ്മ വെച്ചോ, ഇവിടെ പെണ്ണുങ്ങൾക്കാ ഭൂരിപക്ഷം. അവർ5 പേരുണ്ട്. വന്നത് 3, നിന്നത് 2. നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിലേ ബലം കിട്ടത്തില്ല, ഒറ്റപ്പെട്ടു പോകും. എന്താങ്ങളെ അവിടെ ഒരു രഹസ്യം പറച്ചില്? ഇവിടെ നിങ്ങളെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. 2 പുരുഷന്മാരല്ലേ ഉള്ളൂ, പിടിച്ചു നിൽക്കണ്ടേ? കഴിഞ്ഞ 22 വർഷക്കാലം ചതിക്കപ്പെട്ടവൻ, സ്വന്തം ഭാര്യ പ്രസവിച്ച അന്യന്റെ മകളെ സ്വീകരിച്ചവൻ, അഭിമാനം പണയപ്പെടുത്തി എല്ലാ അനീതിയെ ഏറ്റുവാങ്ങിയിട്ട് വെറും ഒരു കാഴ്ചക്കാരനായി ഇരിക്കുന്നവൻ. ഇപ്പോഴൊന്നും ബാലചന്ദ്രന്റെ മടുക്കത്തിലെ ഗോവർദ്ധന. ഇനി അങ്ങോട്ട് ജില്ലന നിൽക്കും ഞാനും താനും. അലീന ചേച്ചി പോയി കഴിഞ്ഞാ നമ്മളിങ്ങനെ ഹാപ്പി ആയിരിക്കോ അച്ഛന്റെ അമ്മയുടെയും കൂടെ? അമ്മയുടെ രഹസ്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അമ്മ പിന്നെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കത്തില്ല. വീരന്റെ അത്ര ഓവർ അല്ല ഞാൻ. അല്ലേലും ഇത്തിരി ഓവർ ആയാലേ നാട്ടുകാർ ശ്രദ്ധിക്കത്തുള്ളൂ, അല്ലേ വീര?